എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2024 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 173/2024. അപ്പോൾ PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ മുൻകാല ചോദ്യപേപ്പറുകൾ റെഫർ ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. അത് നിങ്ങളെ വരുന്ന പരീക്ഷകളിൽ ആത്മവിശ്വാസത്തോടെ ചോദ്യങ്ങൾ നേരിടാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം, പെറ്റർലൂ കൂട്ടക്കൊല റഷ്യൻ വിപ്ലവം, ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം, പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ജോഡി. പെറ്റർലൂ കൂട്ടക്കൊല. പെറ്റർലൂ കൂട്ടക്കൊല നടന്നത് ഇംഗ്ലണ്ടിലാണ്. 1819 ഓഗസ്റ്റ് 16 മാഞ്ചസ്റ്റർ നഗരത്തിലെ സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിലാണ് ഇത് നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി, ഇരവിപേരൂർ. ഇരവിപേരൂരാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ. ഓപ്ഷൻ സി, കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷനായിരുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നത് ഓപ്ഷൻ ഡി, ഫസൽ അലി. ഫസൽ അലിയായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ചേരുംപടി ചേർക്കുക. ദേശീയ സമരകാലത്തെ പത്രങ്ങൾ, നേതാക്കൾ: ബംഗാളി, വന്ദേമാതരം, അമൃത് ബസാർ പത്രിക, വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ലാലാ ലജ്പത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ശിശിർ കുമാർ ഘോഷ്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ, A2, B3, C5, D1. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, വന്ദേമാതരം ലാലാ ലജ്പത് റായ്, അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തതേത്? കേരള ജ്യോതി, കേരളരത്നം, കേരളപ്രഭ, കേരളശ്രീ. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി, കേരളരത്നം. പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം. പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ, മണിപ്പൂർ. മണിപ്പൂറാണ് പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി രീതി നിലനിൽക്കുന്ന സംസ്ഥാനം. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാതങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാതങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. പ്രസ്താവനകൾ: ഓപ്ഷൻ എ, 2 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം? ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം? ഓപ്ഷൻ ഡി, ഓവർലേ വിശകലനം. തന്നിരിക്കുന്നവയിൽ ഓവർലേ വിശകലനമാണ് ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ തന്നിരിക്കുന്നവയിൽ അനുയോജ്യമായത്.
രചന ദോബ് സ്ഥിതി ചെയ്യുന്നത്? രചന ദോബ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി രവി ചിനാബ് നദികൾക്കിടയിൽ. രവി ചിനാബ് നദികൾക്കിടയിലാണ് രചന ദോബ് സ്ഥിതി ചെയ്യുന്നത്. താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം തന്നിരിക്കുന്നവയിൽ താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഓപ്ഷൻ ഡി സൂററ്റ്. തന്നിരിക്കുന്നവയിൽ സൂററ്റ് ആണ് താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം തന്നിരിക്കുന്നവയിൽ കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണ്? ഓപ്ഷൻ എ കർബുഡെ. കർബുഡെ തുരങ്കമാണ് കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം, കർബുഡെ. ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി? ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ ബി പി സി മഹലനോബിസ്. പി സി മഹലനോബിസിൻ്റെ ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? തന്നിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ചില്ലറ വില. ചില്ലറ വിലയിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്. സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. ഓപ്ഷൻ ബി നിക്ഷേപം. സെൻസെക്സ് എന്നത് നിക്ഷേപത്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതായിരുന്നു? ഓപ്ഷൻ ബി കാർവേ കമ്മിറ്റി. കാർവേ കമ്മിറ്റിയായിരുന്നു ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. WTO സ്ഥാപിതമായ വർഷം. WTO സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ എ 1995. 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO സ്ഥാപിതമായത് 1995 ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി കേരളം. കേരളമാണ് ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓപ്ഷൻ ബി 111. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 111. റഫറൻസുകൾ പ്രകാരം 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 105. 2025 അത് 111 സ്ഥാനത്താണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം? തുങ്കൻ കമ്മിറ്റി, കാക്ക കലേക്കർ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. തന്നിരിക്കുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 3, 4. തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? ഓപ്ഷൻ സി അവശിഷ്ടാധികാരങ്ങൾ. ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ടാധികാരങ്ങളിലാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഓപ്ഷൻ ഡി പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇന്ത്യയിൽ പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. താഴെ പറയുന്നവരിൽ നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? വക്കം പുരുഷോത്തമൻ, കെ മുരളീധരൻ, പി ശ്രീരാമകൃഷ്ണൻ, സി രവീന്ദ്രനാഥ്. തന്നിരിക്കുന്നവരിൽ
നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികൾ ആരെല്ലാമാണ്? ഓപ്ഷൻ സി 1 3 ശരി. നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികൾ വക്കം പുരുഷോത്തമനും പി ശ്രീരാമകൃഷ്ണനുമാണ്. പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? ഓപ്ഷൻ ബി പാർട്ട് 2. പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ പാർട്ട് 2-ലാണ്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. തന്നിരിക്കുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി 1 തെറ്റ് 2 3 ശരി. ശരിയായത് കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 6 വർഷത്തേക്കാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ആദ്യമായാണ് പാർലമെൻറ്റിൽ അംഗമാകുന്നത്. മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് തിരഞ്ഞെടുക്കുക. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ആദ്യമായാണ് പാർലമെൻറ്റിൽ അംഗമാകുന്നത്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓപ്ഷൻ ഡി. PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം 2 പ്രസ്താവനകളും തെറ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. തൃശൂർ നിയോജക മണ്ഡലത്തിലെ വിജയം സുരേഷ് ഗോപിയെ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ BJP MP ആക്കി മാറ്റി. അദ്ദേഹം പാർലമെൻറ്റ് അംഗമാകുന്നത് ഇതാദ്യമായിട്ടല്ല. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ രാജ്യസഭയിൽ നോമിനേറ്റഡ് അംഗമായി 6 വർഷം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പൊതുഭരണമെന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓൺലി 1 and 3. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിൻ്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഓൾ ഓഫ് ദ എബവ്. 1 2 3 പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകളാണ്. സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഹൈക്കോടതിയാണ്. വിജിലൻസ് കമ്മീഷൻ്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ഓൺലി 1 and 3. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വിജിലൻസ് കമ്മീഷൻ്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. ഒരു വിജിലൻസ് കേസിൽ ഒരു പൊതുപ്രവർത്തകനെ പ്രോസിക്യൂട്ട് ചെയ്യാനോ ശിക്ഷിക്കാനുള്ള തീരുമാനം ഒന്നിലധികം ഏജൻസികളും കോടതികളും ഉൾപ്പെടുന്ന ഒരു സംയുക്ത പ്രക്രിയയാണ്. അടുത്ത ചോദ്യം. കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ പോലീസ് സർവീസ് ഒരു ഉദാഹരണമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ഓൺലി 2 and 3. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. ഇന്ത്യൻ പോലീസ് സർവീസ് കേന്ദ്ര സർവീസുമായി അഫിലിയേറ്റ് ചെയ്തിട്ടില്ല. പകരം ഇത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നിവയ്ക്കൊപ്പം 3 അഖിലേന്ത്യാ സർവീസുകളിൽ ഒന്നായിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം. അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ജനങ്ങളെ സാക്ഷരരാക്കുക എന്താണ് ഇതിൻ്റെ ലക്ഷ്യം.
ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ ഇതിൻ്റെ പ്രവർത്തനം ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്. അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, ഓൾ ഓഫ് ദ എബവ് 1, 2 and 3. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വിവരാവകാശ കമ്മീഷന് കേന്ദ്രതലത്തിൽ മാത്രമാണ് രൂപം നൽകിയിട്ടുള്ളത്. കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷൻ്റെ അധിപൻ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, ഓൺലി 2 and 3. കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷൻ്റെ അധിപൻ. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ദേശീയതലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി, ഓൾ ഓഫ് ദ എബവ് 1, 2 and 3. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി, സെറിബെല്ലം. സെറിബെല്ലമാണ് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, ടൈഫോയിഡ്. ടൈഫോയിഡ് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വൈഡൽ ടെസ്റ്റ്. ശരീരത്തിനാവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? ശരീരത്തിനാവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? ഓപ്ഷൻ എ, കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് ആണ് ശരീരത്തിന് ആവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം. ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി, 1, 3 മാത്രം. ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റാനാണ് സഹായിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ്? ഓപ്ഷൻ ബി, ഓക്സിജൻ. തന്നിരിക്കുന്നവയിൽ ഓക്സിജനാണ് ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? ജീവകം എ, സീറോഫ്താൽമിയ, ജീവകം ഡി, റിക്കറ്റ്സ്, ജീവകം B1, പെല്ലാഗ്ര, ജീവകം സി, സ്കർവി. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ജോഡി. വിറ്റാമിൻ B1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ബെറിബെറിയാണ്. പെല്ലാഗ്ര ഉണ്ടാകുന്നത് വിറ്റാമിൻ B3യുടെ കുറവ് മൂലമാണ്. അടുത്ത ചോദ്യം, വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു? ഓപ്ഷൻ എ, വെസ്റ്റ് നൈൽ പനിക്ക് കാരണമാകുന്ന രോഗാണു. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏതാണ്? സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി? ഓപ്ഷൻ ഡി, ആർദ്രം. ആർദ്രം പദ്ധതിയാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച്
ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി? അടുത്ത ചോദ്യം, ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തുന്നു. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ഓപ്ഷൻ സി 5 കിലോമീറ്റർ. ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാക്കുന്നു. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവും ആയിരിക്കും. ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം. പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? കിലോ വാട്ട് അവർ, വാട്ട്, ജൂൾ പെർ സെക്കൻഡ്, ഹോഴ്സ് പവർ. തന്നിരിക്കുന്നവയിൽ പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ KWH എന്നത് ഊർജത്തിൻ്റെ ഒരു യൂണിറ്റാണ്. നാസ ഗോസ് യു ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണം, ധ്രുവപ്രദേശങ്ങളിലെ പര്യവേഷണം, ഭൂമിയുടെ കിഴക്കൻ അർദ്ധഗോളത്തിലെ വാർത്താവിനിമയം. ഇവയല്ല. തന്നിരിക്കുന്നവയിൽ നാസ ഗോസ് യു GOES ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണമാണ് പ്രധാന ദൗത്യം. കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപ വൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം? ബ്രഹ്മപുരം, കോഴിക്കോട്, കായംകുളം. തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപ വൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1ഉം 2ഉം. ബ്രഹ്മപുരവും കോഴിക്കോടും. കായംകുളം താപവൈദ്യുത നിലയം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPC പ്രവർത്തിപ്പിക്കുന്ന ഒരു കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റാണ്. ഇത് പ്രധാനമായും ഇന്ധന സ്രോതസ്സായി നാഫ്ത അല്ലെങ്കിൽ പ്രകൃതിവാതകമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആൻറ്റിമണി. റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. റീഗൽ വാട്ടർ നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ലിഥിയം, ടങ്സ്റ്റൺ, ഗാലിയം, ഓസ്മിയം. തന്നിരിക്കുന്നവയിൽ സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം? ഓപ്ഷൻ ഡി ഓസ്മിയം. തന്നിരിക്കുന്നവയിൽ ഓസ്മിയമാണ് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത്? ഓപ്ഷൻ സി ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് ഹൈദരാബാദിലാണ്. ലോക ശാസ്ത്രദിനം ആചരിക്കുന്നത് എന്നാണ്? ലോക ശാസ്ത്രദിനം ഓപ്ഷൻ ഡി നവംബർ 10. നവംബർ 10 ലോക ശാസ്ത്രദിനം. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ഈ വരികൾ എഴുതിയതാരാണ്? കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ഈ വരികൾ ആരെഴുതിയതാണ്? ഓപ്ഷൻ ഡി ഇടശ്ശേരി. ഇടശ്ശേരിയുടെ വരികളാണ് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ എന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി
സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ. ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഓപ്ഷൻ സി ഇന്ദുലേഖ. ഇന്ദുലേഖയാണ് ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻ ബി SK വസന്തൻ. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. NS മാധവൻ. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളനദിയെയാണ് എനിക്കിഷ്ടം. ഇതാരുടെ വാക്കുകളാണ്? അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളനദിയാണ് എനിക്കിഷ്ടം. ഇതാരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരുടെ വാക്കുകളാണ് അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളനദിയാണ് എനിക്കിഷ്ടം എന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ചെണ്ട. മട്ടന്നൂർ ശങ്കരൻകുട്ടി ഒരു ചെണ്ട വിദ്വാനാണ്. ഇനി പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? റാം, ക്യാഷ് മെമ്മറി, റോം, സെക്കൻഡറി മെമ്മറി. തന്നിരിക്കുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? ഓപ്ഷൻ എ. തന്നിരിക്കുന്നവയിൽ റാം ആണ് ഒരു വോളറ്റൈൽ മെമ്മറി. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ സി. സംഖ്യാ ഡാറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ മുമ്പറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ പുതിയ പേര്? ഫേസ്ബുക്കിൻ്റെ പുതിയ പേരെന്താണ്? ഓപ്ഷൻ എ മെറ്റ. മെറ്റ എന്നതാണ് ഫേസ്ബുക്കിൻ്റെ പുതിയ പേര്. ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത് തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ്? ഓപ്ഷൻ ഡി റൂട്ടർ. തന്നിരിക്കുന്നവരെ റൂട്ടറാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്ന നെറ്റ്വർക്ക് ഉപകരണം. ഏത് മാൽവെയർ ആണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? തന്നിരിക്കുന്നവയിൽ ഏത് മാൽവെയർ ആണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി റാൻസം വെയർ. റാൻസം വെയർ ആണ് ഡെവലപ്പർമാർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്തൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്തത്. മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ് എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ഓപ്ഷൻ എ 1993. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ? ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ ഓപ്ഷൻ സി 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതര കുറ്റകൃത്യം എന്നാൽ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്ര? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്രയാണ്? ഓപ്ഷൻ എ 10 ലക്ഷം രൂപ വരെ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴയാണ് 10 ലക്ഷം രൂപ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണെങ്കിൽ
ഉത്തരം ലഭ്യമാകേണ്ട സമയപരിധി. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി ഓപ്ഷൻ സി 48 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ടത് 48 മണിക്കൂറിനുള്ളിലാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കെ രഹത്കർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. അടുത്ത ചോദ്യം, വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം. വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം ഓപ്ഷൻ ഡി, ഗാർഹിക പീഡന നിയമം. അടുത്ത വരുന്ന മാത്സ് ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇംഗ്ലീഷ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. മിസ്റ്റർ ഗോപാൽ accompanied by his 2 managers dash leaving for London. Option B is Mr. Gopal accompanied by his 2 managers is leaving for London. If you work with confidence, you option C will succeed. Richard refused to accept the free ride because he was dash honorable man. Option B N. Richard refused to accept the free ride because he was an honorable man. The registrar of the university said that the students dash earn 85% attendance to be eligible to appear for the examination. Option A should. The registrar of the university said that the students should earn 85% attendance to be eligible to appear for the examination. They hardly remember anything dash question mark. Option D, do they? They hardly remember anything. Do they? As little Albert could not dash his nagging grandmother, he decided to leave home. Option B, put up with. As little Albert could not put up with his nagging grandmother, he decided to leave home. If your team dash again, you will be out of the competition. Option B, lose. If your team lose again, you will be out of the competition. Pick out the antonym of the word clear from the following. Clear, option A, murky. Antonym of the word clear is murky. The students found the project to be dash because it was very easy. Option D, a piece of cake. Students found the project to be a piece of cake because it was very easy. Substitute the underlined phrase with any one of the following words. Hitler believed himself to be all powerful. All powerful. Option C, omnipotent. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. താഴെ കൊടുത്തവയിൽ മകൻ എന്ന പദത്തിൻ്റെ അലിംഗ ബഹുവചനം ഏതാണ്? മകൻ ഓപ്ഷൻ അലിംഗ ബഹുവചനം. ഓപ്ഷൻ ബി മക്കൾ. മലയാളത്തിൻ്റെ എഴുത്തുരീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. മലയാളത്തിൻ്റെ എഴുത്തുരീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം ഖാദിയല്ലാതെ വേറെയൊന്നില്ല. താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഈ രണ്ട് വീതം ഈ രണ്ട്. താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഓപ്ഷൻ സി, 2 മാത്രം ശരിയാണ്. ഈ 2. നക്ഷത്രമെണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം എന്താണ്? നക്ഷത്രമെണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം ഓപ്ഷൻ ഡി, കഷ്ടപ്പെടുക.
താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഏത് വിദേശികൾക്കും നമ്മുടെ മര്യാദകേടുകൾ മനസ്സിലാവും. ആ മലവെള്ളം കുറേ ദിവസം നിന്നു. 1000 തേങ്ങകൾ വിറ്റാൽ അന്ന് ഒരു പവൻ കിട്ടും. താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 1, 3 എന്നിവ മാത്രം ശരിയാണ്. ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ആ മലവെള്ളം കുറേ ദിവസം നിന്നു. ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി ചിത് പ്ലസ് മയം. ചേരുംപടി ചേർക്കുക. അർദ്ധവിരാമം, അപൂർണവിരാമം, പൂർണ്ണവിരാമം, അല്പവിരാമം, ബിന്ദു, വിക്ഷേപിണി, രോധിനി, ഭിത്തിക, അങ്കുശം. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ A3, B4, C1, D4. അർദ്ധവിരാമം, രോധിനി, അപൂർണവിരാമം, ഭിത്തിക, പൂർണ്ണവിരാമം, ബിന്ദു, അല്പവിരാമം, അങ്കുശം. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. വൈതരണി ദുർഘടസ്ഥലം, ഭഗീരഥ പ്രയത്നം കഠിനമായ അധ്വാനം, അക്ഷയപാത്രം അവസാനിക്കാത്ത സമ്പത്ത്, ദന്തഗോപുരം തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥലം. തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ദന്തഗോപുരം തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥലം. സാങ്കല്പിക സ്വർഗത്തെയാണ് ദന്തഗോപുരം എന്ന ശൈലി അർത്ഥമാക്കുന്നത്. അടുത്തായി കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക. ക്ഷണം, ക്ഷണനം, പ്രസാദം, പ്രാസാദം, താരം, താരകം, പ്രവാദം, പ്രവാത്തം. കൂട്ടത്തിൽ ചേരാത്തത് ഓപ്ഷൻ സി താരം, താരകം. മഞ്ഞുതൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തുക. മഞ്ഞുതൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തുക. ഓപ്ഷൻ ഡി മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.